ഇടുക്കിയുടെ ഹൃദയഭൂമിയിൽ കാലപ്പഴക്കത്താൽ ജീർണിച്ചു നിൽക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമായി മുല്ലപ്പെരിയാർ ഡാം നിലകൊള്ളുകയാണ്. പത്രത്താളുകളിലെ ഒരു സാധാരണ വാർത്തയായി ഇതിനെ വായിച്ചു തീർക്കാൻ നമുക്കാവില്ല. സമീപകാലത്ത് നടന്ന മേൽനോട്ട സമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഈ പ്രശ്നം അതിന്റെ എല്ലാ ഗൗരവത്തിലും നമ്മെ തുറച്ചു നോക്കുകയാണ്. ഡാം ബലപ്പെടുത്താനുള്ള തമിഴ്നാടിന്റെ ആവശ്യം തൽക്കാലം മാറ്റിവെച്ചതും ഐസോട്ടോപ്പ് പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതും സ്വാഗതാർഹമായ നീക്കങ്ങളാണ്. എന്നാൽ ഇതെല്ലാം ഒരു വലിയ പ്രശ്നത്തിന്റെ ഉപരിതലം മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം വീണ്ടും ചർച്ചയായതും അതിൽ ചർച്ചയ്ക്ക് തമിഴ്നാട് തയ്യാറാകണമെന്ന കേരളത്തിന്റെ നിലപാടും ഈ വിഷയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം എന്നത് കേവലം ഒരു അണക്കെട്ടല്ല, അത് ഒരു ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ്. ഒരു ദുരന്തം സംഭവിച്ചാൽ ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള നിരവധി ജില്ലകളിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ അത് നേരിട്ട് ബാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ആവശ്യം വെറും ഒരു പിടിവാശിയാണോ? പുതിയ ഡാം എന്ന ആവശ്യം അനാവശ്യമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കപ്പെട്ടത് 1995-ലാണ്. അതായത് 129 വർഷത്തിലധികം പഴക്കമുള്ള ഒരു അണക്കെട്ടാണിത്. ഒരു സാധാരണ കെട്ടിടത്തിന് പോലും ഇത്രയും കാലപ്പഴക്കം ഒരു ഭീഷണി തന്നെയാണ്. ഒരു ഡാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും വസ്തുക്കളും അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ളതാണ്. ഇന്നത്തെ ലോകത്ത് നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഡാമിന്റെ നിലവിലത്തെ അവസ്ഥ അതീവ ഗുരുതരമാണ്. ഡാം ചോർന്നൊലിക്കുന്നു. ഘടനാപരമായ ബലക്ഷയങ്ങൾ പ്രകടമാണ്. കാലത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അതിനുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡാം ബലപ്പെടുത്തുക എന്ന തമിഴ്നാടിന്റെ ആവശ്യം എത്രത്തോളം പ്രായോഗികമാണ്? ഒരു പഴയ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് പൊളിച്ചു മാറ്റി പുതിയത് പണിയുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അല്ലാതെ കേടുപാടുകൾ മാത്രം പരിഹരിച്ച് അത് അതേപടി നിലനിർത്താൻ ശ്രമിക്കുന്നത് ഭാവിയിൽ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന കാര്യമാണ്. ഡാമിന്റെ ഘടനയിൽ മരം, ചുണ്ണാമ്പ് തുടങ്ങിയ പരമ്പരാഗത നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം വസ്തുക്കൾക്ക് കാലക്രമേണ ഉണ്ടാകുന്ന ജീർണത സ്വാഭാവികമാണ്. ഈ ജീർണതയെ താൽക്കാലികമായി അടച്ചുറപ്പിച്ചുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഉറപ്പുവരുത്താൻ സാധിക്കുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതുകൊണ്ടാണ് കേരളം പുതിയ ഡാം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വെറും ഒരു വൈകാരികമായ തീരുമാനമല്ല, മറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളെയും സുരക്ഷാ ആശങ്കകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഐസോട്ടോപ്പ് പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചതിനെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ഡാമിന്റെ ഘടനയിലെ ഓരോ സൂക്ഷ്മമായ വിള്ളലുകളും ചോർച്ചയുടെ കാരണങ്ങളും ഡാമിന്റെ ആരോഗ്യസ്ഥിതിയും ഈ പഠനത്തിലൂടെ കൂടുതൽ വ്യക്തമാകും. ഇത് ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകളെ ഒന്നുകൂടി ബലപ്പെടുത്താൻ സഹായിച്ചേക്കും. പുതിയ ഡാം നിർമ്മിക്കുക എന്നതിനെ തമിഴ്നാട് എതിർക്കുന്നത് പ്രധാനമായും ജലലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കയിലാണ്. എന്നാൽ കേരളം പുതിയ ഡാം നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നത് തമിഴ്നാടിന് വെള്ളം നൽകാതിരിക്കാനല്ല, നിലവിലുള്ള ഡാമിന്റെ അതേ ഉയരത്തിൽ അതേ അളവിൽ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൂടെ തമിഴ്നാടിന്റെ ജലലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഇടുക്കിയിലെ ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കും. ഒരു പുതിയ ഡാം നിർമ്മിക്കുമ്പോൾ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും. ഭൂകമ്പ സാധ്യത, വെള്ളപ്പൊക്ക സാധ്യത, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഒരു ഡാം നിർമ്മിക്കാൻ കഴിയും. നിലവിലുള്ള ഡാമിന്റെ ദുർബലമായ ഘടനയെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണിത്. പുതിയ ഡാം നിർമ്മിച്ചാൽ നിലവിലുള്ള ഡാം പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കും. ഇത് ഡാമുമായി ബന്ധപ്പെട്ട എല്ലാ ഭീഷണികളെയും പൂർണ്ണമായി ഇല്ലാതാക്കും. കേരള സർക്കാരിന്റെ പുതിയ ഡാം എന്ന ആവശ്യം ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയുള്ള ഒരു ദീർഘവീക്ഷണമുള്ള നിലപാടാണ്. രാഷ്ട്രീയപരമോ വൈകാരികപരമോ ഉള്ള ഒരു തീരുമാനമല്ല ഇത്. ശാസ്ത്രീയമായ തെളിവുകളും സുരക്ഷാപരമായ ആശങ്കകളും ഒരുമിച്ച് ചേർന്നാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്. ഓരോ തവണ മഴ പെയ്യുമ്പോഴും ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോഴും ഡാം ചോർന്നൊലിക്കുമ്പോഴും ഇടുക്കിയിലെ ജനങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. ഈ ഭയത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ഇനിയൊരു പുതിയ ഡാം പണിതാൽ നിലവിലുള്ളതുപോലെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഉയരാം. അതിനുള്ള ഉത്തരം ആധുനിക നിർമ്മാണ രീതികളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് എല്ലാ പഠനങ്ങൾക്കും ശേഷം നിർമ്മിക്കുന്ന ഒരു ഡാം ആയിരിക്കും അത് എന്നതാണ്.
ഭൂകമ്പ സാധ്യത, മണ്ണിന്റെ ഘടന, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്ത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് പിന്തുടരുക. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഡാമിനുള്ളതുപോലെയുള്ള സുരക്ഷാ ആശങ്കകൾ ഒരു പുതിയ ഡാമിനുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. തീർച്ചയായും പുതിയ ഡാം നിർമ്മിക്കുന്നതിന് സാമ്പത്തികമായ ഒരു വലിയ ചെലവ് വരും. എന്നാൽ ഒരു ദുരന്തം സംഭവിച്ചാൽ ഉണ്ടാകുന്ന മനുഷ്യന്റെയും സ്വത്തുക്കളുടെയും നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ചെലവ് നിസ്സാരമാണ്. ഭാവിയിൽ സംഭവിക്കാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെ ഒഴിവാക്കാൻ ഇപ്പോൾ എടുക്കുന്ന ഈ ചെറിയ നടപടികൾക്ക് വലിയ വിലയുണ്ടാവും. മുല്ലപ്പെരിയാർ ഡാം വിഷയം ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് 2 സംസ്ഥാനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെയും സമവായത്തിലൂടെയും മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. തമിഴ്നാടിന്റെ ആശങ്കകളെയും കേരളത്തിന്റെ സുരക്ഷാപരമായ ആവശ്യങ്ങളെയും ഒരുപോലെ മാനിച്ചുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. മേൽനോട്ട സമിതി യോഗത്തിൽ നടന്ന ചർച്ചകളും ഐസോട്ടോപ്പ് പഠനത്തിനുള്ള തീരുമാനവും ശുഭസൂചനയാണ്. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാകണം. പുതിയ ഡാം എന്ന വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. 2 സംസ്ഥാനങ്ങളിലെയും വിദഗ്ധർ, സാങ്കേതിക നിയമജ്ഞർ എന്നിവരടങ്ങുന്ന ഒരു സമിതി രൂപീകരിച്ച് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു പഠനം നടത്തണം. മുല്ലപ്പെരിയാർ ഒരു വൈകാരിക വിഷയമായി തുടരാതെ ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു സമീപനത്തിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഒരു ദുരന്തം സംഭവിക്കാൻ കാത്തു നിൽക്കാതെ മുൻകരുതൽ എന്ന നിലയിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടികൾക്ക് 2 സംസ്ഥാനങ്ങളും ഒരുപോലെ തയ്യാറാവണം. കാരണം മനുഷ്യ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്. വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെ തടയാൻ കാലം ആവശ്യപ്പെടുന്ന ഈ പുനർവിചിന്തനം അനിവാര്യമാണ്. മുല്ലപ്പെരിയാർ ഒരു ദുരന്ത സ്മാരകമാവാതെ മനുഷ്യന്റെ വിവേകത്തിന്റെ പ്രതീകമായി മാറട്ടെ.